കബ്രമറ്റ എന്ന് പറയണതേ അത് വിശാലമായി കിടക്കുന്ന ഒരു ഷോറൂമാണ്. ഇത് തീരണില്ല കേട്ടോ. മാങ്ങ ഉപ്പിലിട്ടത്, പൈനാപ്പിൾ ഉപ്പിലിട്ടത്, പേരയ്ക്ക ഉപ്പിലിട്ടത്, പിന്നെ മറ്റേ അമ്പഴങ്ങ ഉപ്പിലിട്ടത്, അതെ പുളിയുള്ള മാങ്ങ, പുളിയില്ലാത്ത മാങ്ങ, അങ്ങനെ വേണ്ട എല്ലാ സാധനവും അവിടെ ഉണ്ട്. അത് അവർ ചെയ്യണ കാണുമ്പോൾ വായിൽ വെള്ളം വരിക. ഇതുണ്ടോ പൈനാപ്പിള്, അമ്പഴങ്ങ, മാങ്ങ. എടാ അപ്പോൾ നിനക്ക് പുളി മാങ്ങ ഇഷ്ടമുള്ള കാരണം പുളിയുള്ളതാണ് വാങ്ങിക്കണത്. ഓക്കെ, മാങ്ങ ഉപ്പും മുളകും കൂടെ പുരട്ടിയത്. നല്ല മാങ്ങ. ഇത് നാട്ടിൽ കിട്ടുന്ന മാങ്ങേനേക്കാളും നല്ല ടേസ്റ്റ് തന്നെ. ചെറിയ മധുരമുണ്ട്. ഞാൻ വിചാരിച്ചാൽ ഭയങ്കര പുളിയാണ്. ഞാനത് ചാറിൽ മുക്കിയിട്ട് എടുക്കുന്നത് കേട്ടോ. കേട്ടോ ചാറിൽ മുക്കിയിട്ട് ഈസ്റ്റായിട്ട് ഞാൻ മേടിക്കാം. അവിടെ ജ്യൂസി ആ എരിവും പൈനാപ്പിളിൻ്റെ ആ മധുരവും പുളിയും എല്ലാം കൂടെ കൂടിയിട്ട് ഭയങ്കര ഒരു ഇങ്ങനെ വാങ്ങിങ്ങനെ ഇറക്കാൻ തോന്നില്ല. അതിങ്ങനെ ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് വാരത്തിന് ഇങ്ങനെ കിടന്നിങ്ങനെ ഇത് ചെയ്യാൻ തോന്നും. ആഹാ സൂപ്പർ. പക്ഷെ നല്ല ഫ്രഷ് കപ്പയായിട്ടുണ്ടൊക്കെ നോക്കി ഒരു കുഴപ്പമില്ലാത്ത നല്ല ഫ്രഷ് കപ്പ. മത്തങ്ങ, ചെറിയ മത്തങ്ങ. ചേമ്പിന് കിലോ $11. ഇടിച്ചക്ക എന്ന് പറഞ്ഞാൽ ചെറിയ വേലി ചക്ക. ഇത് അമ്പഴങ്ങ അവിടെ അപ്പുറം കാണിച്ച അമ്പഴങ്ങയിൽ $2 കുറവുണ്ട്. അത് കാരണം ഞാൻ ഇവിടെ നിന്ന് ഒരു 2 കിലോ വാങ്ങി. ചില്ലുവിനും എനിക്കും ഇഷ്ടമാണ് അമ്പഴങ്ങ. ഇങ്ങനെ മണമില്ല, പക്ഷെ കഴിച്ച് കഴിഞ്ഞാൽ നല്ല മണം. ഇവിടെ പേ ചെയ്യട്ടെ കേട്ടോ ഞാൻ $6. മീനിങ്ങനെ എണ്ണയിൽ പൊരിച്ച് വറുത്ത് വെച്ചേക്കുന്നതാണ്. മീനിൻ്റെ തലയും മീനും എല്ലാം കൂടെ ഒരു സോസ്, അത് ഫിഷ് സോസ് ആയിരിക്കും. നമ്മൾ കാണുമ്പോൾ എന്തോ നല്ല മീൻകറി പോലെ കിടക്കണമെങ്കിലും അല്ല, ഇത് ചീത്ത ചൊവ്വ അതിന്. ഇതിപ്പോൾ ചിക്കൻ ഗ്രില്ല് ചെയ്ത് വെച്ചേക്കണമെന്ന് തോന്നുന്നു, സോസിൽ ഗ്രില്ല് ചെയ്ത് വെച്ചേക്കണമെന്ന് തോന്നുന്നു. ഇത് പോർക്ക് ബെല്ലിയാണ്, പോർക്കിൻ്റെ ബെല്ലി. അത് ഇവരുടെ ഫേവറേറ്റ്, ഏഷ്യൻസിൻ്റെ ഫേവറേറ്റ് പോർക്ക് ബെല്ലി. ഇത് ചെമ്മീൻ സ്റ്റഫ് ചെയ്ത് എന്തോ ഒരു റൈസ് റാപ്പ് പോലത്തെ ഒരു സാധനമാണ്. ഇത് ഫ്രൈഡ് റൈസാണ്. ഇത് അവരുടെ റൈസ് കേക്ക്, പല ഫ്ലേവറിലുള്ള റൈസ് കേക്കുകളാണ് ഇതൊക്കെ മധുരമുള്ള സാധനങ്ങളാണ്. ഇതാണ് നമ്മൾ ചെറുപയർ വെച്ചിട്ടുള്ള റൈസാണ്. ഇത് ചെറുപയർ വെച്ചിട്ടുള്ള റൈസ്. നമ്മൾ പിന്നെ അത് മുമ്പ് അവിടെ കഴിച്ച റൈസാണ്. ഓരോ കളറും ഓരോ ഫ്ലേവർ. എനിക്ക് തന്നെ ഇത് ബീട്രൂട്ടാണ് തോന്നുന്നത്. കണ്ടോ, ഈ ഒരു ചെമ്മീൻ, ഇത് ചെമ്മീനാട്ടോ, ഇത് ഫ്രഷാണ്. ഈ ചെമ്മീൻ ഫ്രൈ അത് ഇത്ര ഇതിന് $15 ഉള്ളൂ എന്ന് പറയുമ്പോൾ വേറെ ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറവാണ്. അത് ഷെൽ ക്രാബാണെന്നാണ് അവർ പറഞ്ഞത്. ഷെൽ ക്രാബ് അത് $25 ഷെൽ ക്രാബ്. അങ്ങനെ പല വെറൈറ്റി. ഇതൊക്കെ പോർക്കാണ്. ഇത് നൂഡിൽസ്. അതുപോലെ തന്നെ ഇതിനകത്ത് ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഇത് കണ്ടോ ക്രാബ് കാണാം. ശരി, ഷെല്ല് വലിയ വലിയ ക്രാബ്. അത് ഇത് തിലാപ്പിയ. Which one is tastier? This one good? Yeah. ഇങ്ങനത്തെ കടകളൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഈ കബ്രമറ്റയിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഈ ചൈനയിൽ
ഒക്കെയുള്ള സാധനങ്ങളാണ് ഇവരെടുക്കുന്നത്. അപ്പം ഇത് ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ, ഇത് ഫിറ്റഡ് ഷീറ്റും പ്ലെയിൻ ബെഡ്ഷീറ്റും പില്ലോ കേസിനൊക്കെ അവിടെ $1 ഉള്ളൂ. ഒത്തിരി വെറൈറ്റി സാധനങ്ങളുണ്ട് ഇവിടെ. ആക്ച്വലി $25 ഈ സാധനത്തിന്. ഈ ക്വാളിറ്റി എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഒരു പണ്ട് പില്ലോ കേസ് വാങ്ങിയിട്ടുണ്ട്, അന്നേരം നല്ല ക്വാളിറ്റി ആയിരുന്നു, ഇതുവരെയും ചെയ്തിട്ടില്ല. അത് ബെഡ്ഷീറ്റിൻ്റെ കാര്യം എനിക്കറിയില്ല. അപ്പം ഞാനിത് സെലക്ട് ചെയ്ത്. എങ്ങനെയുണ്ട് എൻ്റെ സെലക്ഷൻ? സെലക്ട് ചെയ്യാനല്ലോ, പിള്ളേരൊക്കെ കയറി ഇറങ്ങുന്ന ചെളിയായാലേ. ബാക്കിയൊക്കെ വൈറ്റിൻ്റെ ഷെയ്ഡ്സ് ഉള്ളൂ ഇവിടെ, അതെടുത്താൽ ശരിയാവില്ല. എന്തായി? ഇതൊക്കെ എനിക്കിഷ്ടമായി, പക്ഷെ ഇതെടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല, എല്ലാം അഴുക്കാക്കും. നല്ല ഡിസൈൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ആക്ച്വലി ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ കബ്രമത്തിൽ വന്നു കഴിഞ്ഞാൽ ഫുഡ്, ഡ്രസ്സ്, അല്ലെങ്കിൽ എന്താ പറയുക, ബെഡ്ഷീറ്റുകൾ, അങ്ങനെയുള്ള പിന്നെ ഷൂസ്, അങ്ങനെ കുറേ സാധനങ്ങൾ, എല്ലാം ബ്രാൻഡഡോ കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ പോലും നമുക്ക് ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള കുറേ സാധനങ്ങൾ അധികം കാശ് കൊടുക്കാണ്ട് നമുക്ക് കിട്ടും. ആക്ച്വലി അതൊരു വളരെ വലിയൊരു പോയിന്റാണ്. ഇവിടെ കുറച്ച് ആൾക്കാർ ഇവിടെ കൂട്ടം കൂടിയിരിപ്പുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് ആൾക്കാർ ഇവിടെ കൂട്ടം കൂടിയിരിക്കുന്നുണ്ട്. അപ്പോൾ അത് എന്തിനാണ് കൂട്ടം കൂടിയിരിക്കുന്നത് നോക്കണ്ടേ. അപ്പോൾ നമുക്ക് കൂട്ടം കൂടിയിരിക്കുന്നതോട് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഇത് നോക്കാം, ഇവിടെ എന്തോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇങ്ങോട്ട് നമുക്ക് പോകുമ്പോൾ നമുക്കറിയാം ഇവിടെ കളിച്ചുകൊണ്ടിരിക്കണം, ഇവിടെ ഫുള്ള് എല്ലാവരും ഗെയിം കളിച്ചോണ്ടിരിക്കുക. ഭയങ്കര ഇൻട്രസ്റ്റ് ഒക്കെ വിയറ്റ്നാമീസ് ആൻഡ് ചൈനീസ് റെസ്റ്റോറൻറ്റ് ഇവിടെ ഫുള്ളുള്ളത്. അപ്പോൾ ഇന്ന് നിഖിൽ ചൂസ് ചെയ്ത ഫുഡാണ് സിസിലിംഗ് ബീഫ് സ്റ്റേക്ക് ആൻഡ് എഗ്ഗ്. ഇത് ഓസ്ട്രേലിയൻ ടൈപ്പ് കുക്ക്ഡ് ആയിട്ടുള്ള ഒരു ഇതാണ് ബീഫ് സ്റ്റേക്ക്. അത് ബീഫാണ്, പിന്നെ എഗ്ഗ്. എനിക്ക് തന്നെ എഗ്ഗ് ബുൾസൈ പോലത്തെ എന്തെങ്കിലും ആയിരിക്കും. ഇങ്ങനെ എണ്ണയിൽ കിടന്ന് ഇങ്ങനെ കുക്കായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും കുക്കായിക്കൊണ്ട് ചൂടോടെ തൊടാൻ പറ്റില്ല, തൊട്ട കൈ പൊള്ളും, അത്രയ്ക്ക് ഇറക്കണം. നല്ല ഇതെന്തോ എനിക്കിങ്ങനെ മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയെന്നതാണ് തോന്നുന്നു ആ പോട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ വാങ്ങിയ ആ ഫിഷ് ഫ്രൈ ഇല്ലേ, ആ ഫിഷ് ഫ്രൈ ഇവിടെ ഉണ്ട്. അത് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യുന്നുണ്ടോ എങ്ങനെയുണ്ടെന്ന്. നല്ല സോൾട്ടിയാണ്, ഓവർ സോൾട്ടി ഒന്നുമല്ല, പക്ഷെ അത്യാവശ്യം ഉപ്പുണ്ട്, നന്നായിട്ട് കുക്കായിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. കുറച്ച് സ്പൈസിയും കൂടെ ആണെങ്കിൽ അടിപൊളി. ആക്ച്വലി ഞാൻ നോക്കുന്നത് വെച്ചാൽ ഫിഷിൻ്റെ കുറച്ചുകൂടെ ഈ നാരങ്ങ നീരുണ്ട്, അതിങ്ങനെ അതിൻ്റെ മേളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ മുട്ടയുടെ മേളിൽ ഇരിക്കുന്നത് അതിൻ്റെ ടേസ്റ്റ് ഒരു ചമ്മന്തി പോലെ തോന്നുന്നത്. എന്ത് ഫ്ലേവറാണ്? മിക്കവാറും ഏഷ്യൻ ഫുഡിലൊക്കെ ഫിഷിൻ്റെ ഫ്ലേവറായിരിക്കും. ഫിഷ് ഉണ്ടാവും, പോർക്ക് ഉണ്ടാവും. പോർക്ക് എന്ന് തോന്നുന്നത് അതുപോലെ തന്നെ ഇത് ബീഫാണ്. ബീഫ് ആക്ച്വലി ശരിക്കും റോസ്റ്റ് ചെയ്തേക്കുന്ന ബീഫാണ്. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ടേസ്റ്റ് കാണുമ്പോൾ തന്നെ അറിയാം. കുറച്ച് എണ്ണയിൽ നല്ലോണം വറുത്തെടുത്തേക്കുന്നതാണ്, ആക്ച്വലി റോസ്റ്റ് ചെയ്തേക്കുന്നതാണ്. അപ്പം ഇതുകൊണ്ട് ഞാൻ കഴിച്ചു നോക്കുന്നത് എങ്ങനെയാണ്. നല്ലോണം കുക്കായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ സുഖമായിട്ടത് കടിച്ച് കഴിക്കാൻ പറ്റുന്നുണ്ട്. ആ സാധനമല്ല, അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ. അതിൻ്റെ സോസ് എനിക്ക് ടേസ്റ്റ് ചെയ്തിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു.
ഇഷ്ടപ്പെട്ടില്ല. സൂപ്പറാണ്. അല്ല ഇത് കഴിച്ചോ, ഈ ബുൾസൈ ഇതും കൂടെ വെച്ച് കഴിച്ചു നോക്കിയേ. ചെറിയ ചമ്മന്തി ഉള്ളൂ. കഴിച്ചു നോക്കാൻ പോയി ഇഷ്ടമല്ല ഈ പോർക്കിൻ്റെ ഒരു ഫ്ലേവർ. അതെല്ലാം കൂടെ വെച്ച് കഴിക്കും. സൂപ്പർ. അടിയിൽ കുറേ ചമ്മന്തി അടിയിലല്ല, ഇഷ്ടമായില്ല കേട്ടോ. എനിക്ക് മിക്സ് പറ്റില്ല. മീനൊക്കെ ഇങ്ങനെ പൊളിച്ച് കഴിക്കുമ്പോൾ അത് കൈ കൊണ്ടല്ലെങ്കിൽ പിന്നെ എന്തായാലും ചെയ്യും. ആ മീനും അതിൻ്റെ മേലത്തെ മസാല എല്ലാം അങ്ങനെ പൊള്ളിച്ച് അതിൻ്റെ കൂടെ ഒരു കഷ്ണം ക്യാരറ്റ്. നല്ല സൂപ്പറാന്ന് പറയാം. ഇവിടെ എന്തൊക്കെയോ കാണിച്ചു തരുന്നുണ്ടെന്ന് നോക്കാം. നമ്മുടെ നാടൻ പഴം കേട്ടോ, അത് നാട്ടിലെ പഴങ്ങൾ സ്വീറ്റ് ബനാന ഉണ്ടാവും. കിലോയ്ക്ക് $4 അവിടെ എഴുതിയേക്കണത്. ഓറഞ്ചിനൊക്കെ 1 കിലോയ്ക്ക് $3. ഇവിടെ വില കുറവുണ്ട്. സിഡ്നിയിലുള്ളവർക്ക് ഇവിടെ വന്ന് സാധനങ്ങൾ വാങ്ങാം. വില കുറവുണ്ട്, ശരിക്കും വില കുറവുണ്ട്. ഇപ്പം നമ്മൾ രാവിലെ കയറി ഇതേ വഴിയാണ്. ഈ വഴി കയറി നമ്മൾ കറങ്ങി അടിച്ച് നമ്മൾ നേരെ തിരിച്ച് നമ്മൾ ഈ വഴി തിരിച്ചു വന്നു. അപ്പം നമുക്കിനി ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ടെന്ന് പറയണം. ഇത് പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്. അധികവും ഇവർ പെണ്ണുങ്ങൾ കയറി കഴിയുമ്പോൾ നമ്മളിങ്ങനെ പുറത്ത് പോസ്റ്റായി നിൽക്കുന്നു. അതുപോലെ പോസ്റ്റായി നിൽക്കാനാണ് വഴി. നമുക്ക് നോക്കട്ടെ എന്താണെന്നുള്ളത്. പോസ്റ്റായിട്ട് ചിലപ്പോൾ പോയി പറഞ്ഞു. കണ്ടോ, നമുക്ക് അപ്പുറത്ത് ഇവിടെ ഭയങ്കര തിരക്കാണ്. അപ്പുറത്ത് സാധാരണ തിരക്കത്തിരി കുറവാണ്. ഞാൻ അവിടെ പോയിട്ട് അവരോട് റേറ്റൊക്കെ ഒന്ന് ചോദിക്കാം. കണ്ടോ തുണികൾ. ഇത് പക്ഷേ നല്ല നല്ല ക്വാളിറ്റി ഉണ്ട്, പക്ഷെ തിന്നാണ്. കണ്ടോ ഇതൊക്കെ മീറ്റർ എത്രയാണോ, $2.5 ആയിരിക്കും മിക്കവാറും. $4. Those ones? 3. All 3? Yep. Okay. This one as well? Yeah. 5. All right, okay. തുണികളെ കുറിച്ച് പറഞ്ഞ അവൾ നിങ്ങളെ ബോറടിപ്പിച്ചു എന്ന് വിചാരിക്കുന്നു. പ്ലീസ് അൺലൈക്ക് ചെയ്ത് അൺസബ്സ്ക്രൈബ് ചെയ്യരുത് നിങ്ങൾ ഈ തുണികൾ കണ്ടിട്ട്. ഞാൻ നേരെ ആയിക്കോളാം സാറേ. അല്ല, ഇത് ഇഷ്ടംപോലെ തുണിക്കടകൾ ഉണ്ട് കേട്ടോ. അങ്ങോട്ട് ഞാൻ ഒന്നും കയറിയിട്ടില്ല. കയറിയോ എവിടെയെങ്കിലും? ഇഷ്ടംപോലെ തുണിക്കടകളുണ്ട്. പക്ഷെ ഫാബ്രിക്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ട് കാണിച്ചു. അതുപോലെ കുറെ കടകളുണ്ട് അവിടെ. നമ്മളിപ്പോൾ ഇവിടെ ട്രെയിൻ നോക്കി നിൽക്കണം. ട്രെയിൻ വരാൻ വേണ്ടിയിട്ട് ഇനി വെറും 2 മിനിറ്റേ ഉള്ളൂ. ട്രെയിൻ വന്നിട്ടുണ്ട്. ട്രെയിനിലേക്ക് പതിയെ കയറണം. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഇങ്ങനെ കപ്പമട്ടയിലേക്ക് എന്ന് പറയുമ്പോൾ വിയറ്റ്നാമിലേക്ക്. അപ്പോൾ നമ്മൾ വിയറ്റ്നാമിലേക്ക് യാത്ര വന്നു. വിയറ്റ്നാമിൽ നിന്ന് നമ്മൾ തിരിച്ച് ട്രെയിൻ യാത്ര കൂടി നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. വൈവിധ്യമാർന്ന വിയറ്റ്നാമിലെ ഫുഡിന്റെ കാഴ്ചകളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു. അതെ, കാണിച്ചു. ഇനി ബാക്ക് ടു നമ്മുടെ ഫുഡുകളിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. അപ്പോൾ എന്തായാലും പറഞ്ഞ പോലെ തന്നെ ഈ എപ്പിസോഡ് നമ്മൾ ഇവിടെ നിന്ന് അവസാനിപ്പിക്കുന്നു. അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് അടുത്ത ആഴ്ച കാണുന്നത് വരെ സൈൻ ഓഫ് ഫ്രം ഫുഡ് സ്റ്റോറി. അവൻ പഠിച്ച് ട്രാവൽ ആൻഡ് ഫുഡ് സ്റ്റോറി.